കാനിലെ തിളക്കമായി പുലാപ്പറ്റ സ്വദേശിയും കാൻ ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരം നേടിയ സിനിമ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിന്റെ ഭാഗമായിരിക്കുകയാണ് നസീം ആസാദ്. ആൾക്കാരെ നമുക്കറിയാം, നല്ലതാവാൻ വലിയ സമയമാണ്. കാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന് അഭിമാനമായ പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ നാടിനും ഓരോ മലയാളിക്കും അഭിമാനമായിരിക്കുകയാണ് പുലാപ്പറ്റ കോണിക്കഴി ഇക്ബാൽ റഹ്മത്ത് ദമ്പതികളുടെ മകൻ നസീം ആസാദ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ 5 പേർ പാലക്കാട്ടുകാരാണ്. ചലച്ചിത്ര രൂപീകരണ മേഖലയിൽ സിനിമാറ്റോഗ്രാഫറായ നസീം ആസാദ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റിന്റെ സ്ക്രിപ്റ്റ് സൂപ്പർവൈസറായാണ് പ്രവർത്തിച്ചത്. പുലാപ്പറ്റ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് പഠനശേഷം പാലക്കാട് വിക്ടോറിയ കോളേജ്, പാല KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ ഉപരിപഠനത്തിന് ശേഷമാണ് നസീം ആസാദ് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. പുലാപ്പറ്റയിലെ കലാസാംസ്കാരിക പ്രവർത്തകരും മുൻ അധ്യാപകരും നാട്ടുകാരും നസീമിന്റെ നേട്ടത്തെ പ്രശംസിച്ചു. ഇത്തരമൊരു നേട്ടം കൈവരിക്കുക എന്നുള്ളത് പുലാപ്പറ്റയുടെ സന്തോഷമാണ്. അതിലുപരി ഞങ്ങൾക്കൊക്കെ ഇതിലും വലിയ നേട്ടങ്ങളിലേക്ക് നസീം ഉയരട്ടെ എന്നുള്ള തികഞ്ഞ സന്തോഷം നിറഞ്ഞ അഭിപ്രായമാണ്. പുലാപ്പറ്റ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഈ അവാർഡിലേക്കുള്ള ദൂരം ഒരുപാടുണ്ട്. നസീം അത് വളരെ വേഗത്തിൽ എത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. ഇനിയും ഓസ്കാർ പോലെയുള്ള ഉന്നതങ്ങളിലേക്ക് നസീം യാത്ര ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുന്നതും ബഹുമതി കരസ്ഥമാക്കുന്നതും. ഒരു വനിതാ സംവിധായികയുടെ സിനിമ എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. സിനിമ ഏറെ ഉത്തരവാദിത്തമുള്ള മേഖലയാണ്. ചിത്രത്തിന്റെ പുരസ്കാര നേട്ടം വ്യക്തിപരമല്ല, എല്ലാവരുടെയും കൂട്ടായ നേട്ടമാണ്. എങ്കിലും മലയാളത്തിൽ നിന്നുള്ള വേറെയും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം ആദ്യമായി സ്ക്രിപ്റ്റിന്റെ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് തന്റെ സന്തോഷമെന്നും പിന്തുണച്ച് എല്ലാവരോടും നന്ദിയുണ്ടെന്നും നസീം പറഞ്ഞു. ഡയറക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സിനിമയിൽ അങ്ങനെ ഒരു പാർട്ടാവാൻ ശ്രമിച്ചതാണ്. ഇത്രയും വലിയ പുരസ്കാരങ്ങളിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു ഭാവിയൊന്നും അപ്പം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും സന്തോഷമുണ്ട്. വലിയൊരു നമ്പർ ഓഫ് ആളുകൾ വർക്ക് ചെയ്യുന്ന ഭയങ്കര കളക്റ്റീവായിട്ടുള്ള എഫേർട്ട് വരുന്ന ഒരു മീഡിയ ആണല്ലോ സിനിമ. അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് അല്ല ആ തരത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫോക്കസിൽ നിൽക്കേണ്ട ആളുമല്ല ആ സിനിമയെ സംബന്ധിച്ച്. അതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള ആളുകളിലേക്ക് അത് എത്തുകയും അവരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മീഡിയ ആണല്ലോ സിനിമ. ആ ഫോമിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ടാണ് തോന്നുന്നത്. ധനമിടപാടുകൾ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ. കല്ലടിക്കോട് സർവീസ് സഹകരണ ബാങ്ക്.